ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലെ അവരുടെ നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നാണ്. കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞു ഈ ടോപ്പിക് ഒന്ന് ചെയ്യൂ ചേച്ചിന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യണം. അപ്പോൾ രാത്രി സമയങ്ങളിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കൊണ്ടുവരിക. ചില്ലറക്കാരനല്ല നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അവൻ ഇത്തിരി കുഴപ്പക്കാരനാണ്. അപ്പോൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ലൈഫിൽ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാം. മെഡിറ്റേഷൻ്റെ പ്രാധാന്യം നിങ്ങൾ ആർക്കും അറിയാത്തത് ഭയങ്കര മോശമാണ് കേട്ടോ. എന്നും ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ കൂടെയും ആ മെഡിറ്റേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആരും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, കണ്ടോ? കറക്റ്റ് കാർഡ്സാണ്. ഇതാണ് നമ്മൾ എന്ത് കാര്യത്തിനെ സ്മരിച്ചിട്ട് നമ്മളൊരു കാർഡ്സ് ഡെക്ക് എടുത്താൽ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ആ സ്പ്രെഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതാണ് ടാരറ്റ്. അല്ലാതെ കള്ളമാണ്, ചതിയാണ്, തെറ്റാണ്, നമ്മൾ ഇത് പറയുന്ന പോലെ തന്നെ നിങ്ങൾ പക്ക നടക്കണം, ജീവിക്കണം എന്നൊന്നും ഒരാളും പറയുന്നില്ല. പക്ഷേ ഇതൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുക. അല്ലാണ്ട് ഇതിനെ അയ്യോ ടാരറ്റിൻ്റെ ദൈവം നിങ്ങളെന്നെ ആരാധിക്കുന്നു, വണങ്ങുന്നു, പുകഴ്ത്തുന്നു ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഗൈഡൻസ് എടുക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യമുള്ള പോയിന്റ്സ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക. നെഗറ്റിവിറ്റി അവിടെ തന്നെ ഇട്ടേക്കുക. അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളോട് പറയാം, മെയിനായിട്ട് ഫസ്റ്റ് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരു ഗിവ് അവേ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ നമ്പർ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഫസ്റ്റ് ഒരു തവണയൊക്കെ ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ ഞാൻ ഒഴിവായിട്ട് ഇരുന്ന ഒരു സമയത്ത് ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ ഞാൻ കളഞ്ഞിട്ടും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് പിന്നീട് ഞാനൊരു ഗിവ് അവേയുടെ ഭാഗമായിട്ട് ഞാനൊരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഒരു നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓൺലി വാട്സപ്പാണ്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ അഡ്വൈസ് തരുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ് ചോദിച്ചിട്ട് ആരും അയക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഞാൻ പേഴ്സണൽ റീഡിങ് ഇപ്പോൾ ചെയ്യുന്നില്ല, കുറേ കാലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നില്ല.
അത് എനിക്ക് താല്പര്യമില്ല. പൈസ മേടിച്ച് നിങ്ങളുടെ നിന്ന് റീഡ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഇല്ലാതെ റീഡ് ചെയ്തതെന്നോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പൈസ ഇല്ലാതെ റീഡ് ചെയ്യാൻ എനിക്കുള്ള സമയമില്ല. ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ തിരക്കുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ പേഴ്സണൽ റീഡിങ് ചെയ്ത് തരാനും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആവശ്യക്കാർക്ക് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് തോന്നിയിട്ടുള്ള സ്പ്രെഡിൽ തോന്നിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് പറയും. പക്ഷേ അത് അവർ ഏത് രീതിയിൽ എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും, പോസിറ്റീവായാലും നെഗറ്റീവായാലും എല്ലാം പറയും. അത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, നെഗറ്റിവിറ്റി വിട്ട് കളയാം. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബാഡും ഗുഡും ആയിട്ട് ഇപ്പോൾ ഒരു വ്യക്തി പൊട്ടയാണെങ്കിൽ പൊട്ടയാണെന്ന് തന്നെ ഞാൻ പറയും. അത് നമ്മൾ ഡക്ക് നോക്കിയിട്ട് ആ വ്യക്തി കുഴപ്പക്കാരനാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ പറയും. അത് ഏത് ടാരറ്റ് റീഡർ ആയാലും പറയും, നന്നായി അറിയുന്ന ആളുകൾ എന്തായാലും പറയും. അപ്പം ഞാൻ മറ്റിടത്ത് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കമ്പയറിങ് തുടങ്ങിയപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ, കുറേ പേരൊന്നുമില്ല, ഒരേ ഒരാൾ. കമ്പയറിങ് തുടങ്ങിയപ്പോൾ എനിക്കതെന്തോ ഭയങ്കര ഇറിറ്റേഷനായി. നമ്മൾ അത്രയും സിൻസിയറായിട്ട് ചെയ്ത് കൊടുത്തതിൽ നമുക്കൊരു ഡിഫക്റ്റ് പറയുമ്പം അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തതാണ്. എനിക്കങ്ങനെ പൈസ കൊടുത്തിട്ട് ഡയറക്റ്റ് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ എവിടെയും എൻ്റെ നമ്പർ പേഴ്സണൽ റീഡിങ്ങിന് കോൺടാക്ട് ചെയ്തോളൂന്ന് എവിടെയും എൻ്റെ നമ്പർ വെച്ചിട്ട് കാണാൻ പറ്റില്ല. മുന്നുണ്ടായിരുന്നു, മുന്നത്തെ വീഡിയോസിൽ ഞാൻ 1-2 വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുന്ന പക്ഷം, ഒഴിവായിട്ടിരിക്കുന്ന സമയത്ത് എന്നാൽ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വെച്ച് ചെയ്തതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ആളല്ല, ഇപ്പോൾ എനിക്ക് അതിനുള്ള ഒഴിവുമില്ല. അപ്പോൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോസിലൂടെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി ചോദിക്കുക, എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ വാട്സപ്പ് വഴി ചോദിക്കുക. പേഴ്സണൽ റീഡിങ്ങിനല്ല, അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആൻഡ് കോള് ഒഴിവാക്കുക. ഞാൻ കോൾ എടുക്കില്ല. സോറി, വളരെ സോറി. ഞാൻ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് കോൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം കോള് ഞാൻ അതിന് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളൊരു നമ്പറാണ്. അപ്പോൾ അത് കോള് ചെയ്യാതിരിക്കുക മാക്സിമം. നിങ്ങൾ ഓൺലി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ റിപ്ലൈ തരും. കോള് ഞാൻ എടുക്കില്ല. സോറി. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വ്യക്തിയുടെ രാത്രി സമയങ്ങളിലെ ചിന്തകൾ എന്തൊക്കെയാണ്, അവർക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നേഹം എന്താണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹം ഏതാണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് മുതലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാനാകുമോ? ഈ വ്യക്തിയെ കണ്ടത് മുതൽ, ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് മുതലാണ് സ്നേഹം എന്താണ്, സ്നേഹം ഏതാണ്, എത്തരത്തിലാണ് സ്നേഹം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. സ്നേഹത്തിലെ സത്യം നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് അന്ന് മുതലാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻസിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവർ. നിങ്ങളുടെ ലൈഫിൽ ഏത് സാഹചര്യം വന്നാലും, ഏത് സിറ്റുവേഷൻസ് വന്നാലും, ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻസിലും അവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ സ്നേഹം തൊട്ടുണർത്തിയിട്ടുള്ള വ്യക്തികളാണെന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങളുടെ സ്നേഹം തൊട്ടുണർത്തിയവരാണ് ഇവർ. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മൃദുലമായൊരു പൂവുണ്ട്, അല്ലെങ്കിൽ മൃദുലമായൊരു വികാരമുണ്ട്, നിങ്ങൾ ഉണർത്തിയെടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞത്, കിട്ടിയത്, അനുഭവിച്ചതെല്ലാം ഈ വ്യക്തിയിലൂടെ ആയിരിക്കും. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയിലൂടെ ആയിരിക്കും. ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. വേറൊരാൾക്കും ഞാൻ ഇത്രയും കാലം റീഡിങ് വെച്ചിട്ടും വേറൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇത്രയും കാലത്ത് എൻ്റെ പരിചയത്തിൽ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ. അപ്പോൾ എനിക്ക് റെയറായിട്ട് തോന്നുന്നു. അപ്പോൾ വിട്ടുകളയാതിരിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമായിരിക്കും എന്ന് തോന്നുന്നു. വേറെ ആർക്കും ഞാനിത് കണ്ടിട്ടില്ല. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെ സാമീപ്യവും എല്ലാം അവരെ വളരെയധികം ഉന്മേഷവാനാക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആക്കുന്നുണ്ട് അവരെ. നിങ്ങളുടെ ഒരു ടച്ച്, നിങ്ങളുടെ ഒരു ജസ്റ്റ് നിങ്ങളൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. ആ ഒരു ടച്ച് അത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതിലപ്പുറമുള്ളൊരു ഫീലിംഗാണ് അവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്ങിലേക്കാണ് അവരത് കൊണ്ടുപോകുന്നത്. അവരുടെ ലൈഫിൽ എന്തൊക്കെ ടെൻഷൻസ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ടെൻഷൻസ് അവർ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്
ഓക്കെ. അപ്പം അങ്ങനെ എന്തൊക്കെ ടെൻഷൻസ് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ടെൻഷൻ ഫ്രീ ആവുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രമാണ്. മനസ്സിലായി? നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരത്രയും കൂളാവുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരത്രയും പേഷ്യൻ്റ് ആവുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത്രയും ശാന്തമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സാമീപ്യം എന്ന് പറയുന്നത് അവർ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്, അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം അവർ വല്ലാണ്ട് ആസ്വദിക്കുക തന്നെ ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു സമയം, ഇപ്പോൾ രാത്രി കാലങ്ങളിലെ ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു രാത്രി സമയങ്ങളിൽ അവരെന്താ ചെയ്യുന്നത്? നിങ്ങളെ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സാമീപ്യം അവർ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവരല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഏത് ലെവലിലേക്ക് പോകുകയാവോ, ഞാനിത് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാൻ പറ്റുന്ന വരെ ഞാൻ പറയാം. അപ്പം നിങ്ങളുടെ സാമീപ്യം ശരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സാമീപ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ആൻഡ് പല ചിന്തകളും രാത്രി സമയങ്ങളിൽ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ തന്നെയാവും, അല്ലെങ്കിൽ അവരുടെ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ തന്നെയാവും, അതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നിച്ചുണ്ടാവുന്ന പല സമയങ്ങൾ, നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന പല കാര്യങ്ങൾ, നിങ്ങൾ ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്ത പല സംഭവങ്ങൾ, അവരതൊക്കെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം പലതവണ അനുഭവിക്കുമ്പോൾ നമുക്കെല്ലാം ബോറടിക്കില്ലേ? എനിക്ക് ബോറടിക്കും. ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെയല്ലേ? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം അഗെയിൻ ആൻഡ് അഗെയിൻ വീണ്ടും നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? എന്നാൽ ഈ വ്യക്തിക്കുണ്ടല്ലോ, ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള സമയങ്ങൾ എത്ര ആവർത്തിച്ച് അനുഭവിച്ചാലും അദ്ദേഹത്തിന് മതി വരില്ല. കാരണം അത് ഒരു സംഭവം തന്നെ അഗെയിൻ ആൻഡ് അഗെയിൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അഗെയിൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, വീണ്ടും അത് ജീവിതത്തിലേക്ക് നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്ര ആവർത്തിച്ച് അനുഭവിച്ചാലും ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് മതി വരുന്നില്ല. കർത്താവേ, മതി വരുന്നില്ല. ക്രിസ്ത്യൻസ് ഈ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കർത്താവിനെ മനസ്സിൽ വന്നത്, ഞാൻ അങ്ങനെ കർത്താവിനെയും വിളിക്കും, ഭഗവാനെയും വിളിക്കും, പടച്ചവനെയും വിളിക്കും, എല്ലാവരും വിളിക്കും. അത് ഈ റീഡിങ്ങിൻ്റെ സമയത്ത് പലതും വായിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ക്രിസ്ത്യൻസ് ആരോ ഭയങ്കര ആത്മാർത്ഥമായിട്ടൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞില്ല, ആ വ്യക്തി അവരുടെ ദൈവത്തിനോട്, അതായത് കർത്താവിനോട്, ഈശോയോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ, ഈ സംഭവങ്ങൾ എനിക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് തരണേ എന്ന് ഈ വ്യക്തി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ക്രിസ്ത്യൻസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് തോന്നിയത് വെറുതെ ആണോ എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര അനുഭവിച്ചാലും അവർക്കിത് മതി വരുന്നില്ല, വീണ്ടും അവരിത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഇതാ വരുന്നത്, ഇപ്പോഴും ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെയാണ്. നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതം, കപ്പിൾ ലൈഫ്, കുടുംബം കൊടുക്കുകയൊക്കെ ആയിട്ടുള്ള ജീവിതമൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, ആൻഡ് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. രാത്രി സമയങ്ങളിലാണ് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നത്. അതെല്ലാവരുടെയും പോലെ, നോർമൽ എല്ലാ കമിതാക്കളുടെയും പോലെ തന്നെ രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരെയും പോലെ അത് അവർ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. രാത്രി സമയങ്ങൾ നിങ്ങൾ അടുത്തുണ്ടാവുന്നൊക്കെ ഭയങ്കരമായിട്ട് അവരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്, വികാരഭരിതനാക്കുന്നുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് കൂടുതൽ പറഞ്ഞാൽ എനിക്ക് വല്ല യൂട്യൂബിൻ്റെ സ്ട്രൈക്കും വരും, അഡൽട്സ് ഓൺലി എന്ന് എഴുതിയിട്ട് വല്ല സ്ട്രൈക്കും വരും. അതുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ. ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ്. എനിക്കൊരു സ്ട്രൈക്കും കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുവിധം തടി തപ്പി മുന്നോട്ട് വരുന്നേ ഉള്ളൂ നമ്മുടെ ചാനൽ. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. അവർക്ക് ജീവനാണ്. മക്കളെ, നിങ്ങളെ സ്നേഹിച്ചോളൂ, എത്ര വേണമെങ്കിൽ സ്നേഹിച്ചോളൂ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഒരുപാട് സ്നേഹിച്ച് ജീവിച്ച് മരിക്കണം നമ്മളെല്ലാവരും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റീഡിങ്. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക, അത് ക്ലെയിം ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വ്യക്തിയുടെയും പേരും ഈ ക്ലെയിം ചെയ്യുന്നതും രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 3 സബ് ചെയ്ത് വയ്ക്കണം, ഡെയിലി വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് തരണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത കിടിലും വീഡിയോ ആയിട്ട് കാണാം. ബൈ.